ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവോട് വന്നിട്ട് ശിഷ്യന്മാര് പറയുന്നു, ഉസ്താദേ, നിങ്ങളെപ്പറ്റി അപ്പുറത്തതാ വലിയൊരു ആലിമ് നിങ്ങളെപ്പറ്റി പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല നിങ്ങൾ മരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ദുആ ചെയ്യുന്നുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മരിക്കാൻ വേണ്ടി അവിടെ മറ്റേയാള് ദ്വാരക്കുന്നുണ്ട്. നിങ്ങൾ മരിക്കണം, അല്ലെങ്കിൽ മാലിക് ഇമാം റളിയല്ലാഹുവിന്റെ ഇൽമൊക്കെ പോയി പോകുന്നാണ് ദുആഇന്റെ ബാക്കിയിലുള്ളത്. ശിഷ്യന്മാരത് വന്നു പറഞ്ഞപ്പോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, സാരമില്ല, അദ്ദേഹത്തിന് അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അദ്ദേഹത്തിന് അല്ലാഹു തആല ദറജയേറ്റി കൊടുക്കട്ടെ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ, തമന്നാ ഉനാസുൻ അൻ അമൂതാ വ ഇൻ അമുത് ഫതിൽകാ സബീലുൽ ലസ്തു ഫീഹാ ബിഔഹദീ. കുറച്ചാളുകൾ ഞാൻ മരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചു പോയി. സാരമില്ല, മരണം എനിക്ക് മാത്രമുള്ളൊരു മാർഗമല്ലല്ലോ. അങ്ങനെയാകുമ്പോഴല്ലേ ആ സന്തോഷത്തിന് കാര്യമുള്ളൂ. അതിൽ ഞാൻ ഒറ്റക്കല്ലല്ലോ പോകുന്നത്. ഞാൻ മരിക്കും പോലെ അവരും മരിക്കുമല്ലോ. എനിക്കവരോട് പരാതിയില്ല, അവരോട് എതിർപ്പില്ല. അവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അവരുടെ ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു തിരിച്ചു ഒന്നും പറയാതെ മഗ്ഫിറത്തിന് റഹ്മത്തിന് ദുആ ചെയ്യുമ്പോ ശിഷ്യന്മാര് അത്ഭുതപ്പെട്ടു പോയി. അവരുടെ ഖൽബിന്റെ തെളിവാണ് സഹോദരങ്ങളെ ആ കണ്ടത്. പറഞ്ഞ ആളെ എതിർത്ത് പറയാനോ, അയാളെ ചീത്ത പറയാനോ, അയാളെ ശപിക്കാനോ ആക്ഷേപിക്കാനോ ഒന്നും ഉലമാ തയ്യാറാകാറില്ല. കണ്ടില്ലേ നിങ്ങൾ ഉലമാഇനെ അപഹസിക്കുന്ന, ചീത്ത പറയുന്ന, എതിർക്കുന്ന, കുറവുകളും കുറ്റങ്ങളും മാത്രം നോക്കിയിട്ട് രാവും പകലും തള്ളി നീക്കുന്ന എത്രയോ സാധനങ്ങളെ കാണാം. പക്ഷേ നമുക്ക് അവരോട് പരിതാപകരമേ ഉള്ളൂ. അല്ലാഹു തആല അവർക്ക് ഖൈർ നൽകട്ടെ, മഗ്ഫിറത്തും മർഹമത്തും നല്ല മാർഗവും നൽകിയിട്ട് നന്നാക്കി കൊടുക്കട്ടെ.